ഹലോ എവ്രിവൺ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഞാൻ ഇന്ന് ഈ വീഡിയോ സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്യുന്നത് ടു മൈ ലവ്ലി ആൻഡ് ഡിയർ സിസ്റ്റർ സഫീദ. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പം SSLC എക്സാം അടുക്കുകയാണ്. ഈവൻ ഷീ ഈസ് ഓൾസോ പ്രിപ്പയറിങ് ഫോർ ദ എക്സാം. അപ്പോൾ ഈ ഒരു എക്സാം, അതായത് പഠിത്തത്തിനെ ചൊല്ലി എന്നോട് ചോദിച്ച കുറച്ച് ഡൗട്ട്സ് ഉണ്ട്. അപ്പം ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് അതായിരിക്കും. അതായത് ഇപ്പോൾ കോമൺലി ഇപ്പം എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസിലും ഉണ്ടാകുന്ന കോമൺ ഡൗട്ട്സ് ആണ്. വേറൊന്നുമല്ല, ലൈക്ക് രാത്രി പഠിക്കുന്നതാണോ കൂടുതൽ നല്ലത്, അതോ രാവിലെ പഠിക്കുന്നതാണോ, പിന്നെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ബ്രേക്ക് എടുക്കേണ്ട ആവശ്യമുണ്ടോ, പിന്നെ പഠിച്ചതൊക്കെ മറന്നു പോവാണ്, പിന്നെ രാത്രി എത്ര മണി വരെ പഠിക്കണം അല്ലെങ്കിൽ എത്ര രാത്രി വരെ ഇരിക്കണം, ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ഡൗട്ട്സാണ്. ഇതൊക്കെ ഒരുവിധം എല്ലാവരിലും തന്നെ ഉള്ള ഡൗട്ട്സാണ്. ആദ്യം തന്നെ നമുക്ക് ഇത് ചില ടോപ്പിക്സ് നമുക്ക് പഠിക്കുമ്പോൾ നമുക്ക് തോന്നും, ഇതെനിക്ക് അറിയാവുന്നതാണ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, അത് ജസ്റ്റ് ഒരു പ്രാവശ്യമൊക്കെ വായിച്ചിട്ട് ആ ഒരു ടോപ്പിക്ക് വിട്ടിട്ട് നമ്മൾ പുതിയ ടോപ്പിക്കിലേക്ക് പോകും. എന്നിട്ട് നമ്മൾ ആ ഒരു ഇതങ്ങ് സ്കിപ്പ് ചെയ്തങ്ങ് വിടും. നമ്മുടെ എക്സാമിൻ്റെ ടൈമിൽ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷെ നമ്മൾ വിചാരിക്കും, ലൈക്ക് അത് ഞാനന്ന് പഠിച്ചതാണല്ലോ എന്ന് വിചാരിക്കുകയല്ല, നമുക്ക് ഒരുപക്ഷെ എഴുതാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ വിചാരിക്കും, അതെന്താ എനിക്ക് പറ്റാത്ത, ഞാൻ അന്ന് പഠിച്ചതാണല്ലോ, പിന്നെ എന്താ കിട്ടാത്തത് എന്നുള്ളത്. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മളത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു പഠിക്കുന്ന സമയത്ത് നമ്മൾ നല്ല ശ്രദ്ധയോടെ അത് പഠിക്കാത്തത് കൊണ്ടിട്ടാണ്. അത് നമ്മുടെ ബ്രെയിനിൽ ഒരുപക്ഷെ സ്റ്റോർ ആയിട്ടുണ്ടാവില്ല. അപ്പോൾ ആ ഒരു കാര്യം തടയാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ടോപ്പിക്ക് നമ്മൾ പഠിക്കുമ്പം അതിനെ ആദ്യം ഒരു 2-3 ടൈംസ് വായിക്കുക. വായിച്ചതിന് ശേഷം ബുക്ക് മാറ്റിയിട്ട് നമ്മൾ സെൽഫായിട്ട് അത് പറഞ്ഞ് നോക്കണം, ഇത് കിട്ടുന്നുണ്ടോ എന്ന്. എന്നിട്ട് മാത്രമേ നമ്മൾ അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോകാൻ പാടുള്ളൂ. അല്ലാതെ ഒരു ടോപ്പിക്ക് കണ്ടു കഴിഞ്ഞ് ഒരു പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ ഇതെനിക്കറിയാം എന്ന് വിചാരിച്ച് ഒരിക്കലും പുതിയൊരു ടോപ്പിക്കിലോട്ട് പോകാൻ പാടില്ല. നമ്മളെ തന്നെ ഉറപ്പ് വരുത്തണം, ഇത് ശരിക്കും പഠിച്ചതാണല്ലോ എന്ന ആ ഒരു ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം പുതിയ ടോപ്പിക്കിലേക്ക് പോവാം. പിന്നെ രണ്ടാമതായിട്ട് നോർമലി എന്നോട് ചോദിച്ചിട്ടുള്ളൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടിരുന്ന് പഠിക്കണോ അതോ ഇടയ്ക്ക് ബ്രേക്ക് എടുക്കാവോ എന്നുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടിരുന്ന് പഠിക്കാൻ പാടില്ല. വേറൊന്നും കൊണ്ടല്ല, ഒരുപക്ഷെ നമ്മൾ ആദ്യം പഠിക്കുന്ന ടോപ്പിക്സ് അല്ലെങ്കിൽ ലാസ്റ്റ് പഠിക്കുന്ന ആ ഒരു ടോപ്പിക് അത് മാത്രമേ നമ്മുടെ ബ്രെയിനിൽ സ്റ്റോർ ആവുള്ളൂ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, നമ്മളൊരു 1 hour അല്ലെങ്കിൽ ഒരു 45 minutes പഠിച്ചതിന് ശേഷം ഒരു 5-10 minutes ബ്രേക്ക് എടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. കാരണം നമ്മുടെ ബ്രെയിനിൽ സ്റ്റോർ ആവാനും എളുപ്പമായിരിക്കും, പഠിച്ച കാര്യങ്ങൾ മറക്കാതെയും ഇരിക്കും. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതൊരു കാര്യവും നമ്മൾ പഠിക്കുമ്പം ആ ഒരു ടോപ്പിക് അല്ലെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചതിന് ശേഷം ബുക്ക് മാറ്റി വെച്ചിട്ട് നമ്മളോട് തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കുക. അതായത് ലൈക്ക് നമ്മളോട് തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കണം. അപ്പോൾ നമുക്കതിന് ആൻസർ കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ ആ പഠിച്ച ബുക്ക് മാറ്റിയിട്ട് നമ്മൾ എന്തെല്ലാം പഠിച്ചു എന്നുള്ളത് ജസ്റ്റ് ഒരു പേപ്പറിൽ എഴുതി നോക്കുക, നമുക്ക് എഴുതാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്. എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ പഠിച്ചു എന്നാണ്. അതൊരു കാര്യം. അതല്ല നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമ്മുടെ വീട്ടിൽ വേറെ ഇപ്പോൾ ഉമ്മ ആയിക്കോട്ടെ, ഉപ്പ ആയിക്കോട്ടെ, സിസ്റ്റർ ആയിക്കോട്ടെ, ആരെങ്കിലും ആയിക്കോട്ടെ, അവരോട് പോയിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ അവരെ പഠിപ്പിക്കുക. അവരെ പഠിപ്പിക്കുമ്പം ചിലപ്പോൾ മേ ബി അവർ നമ്മളോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും തിരിച്ച്. അതിന് നമുക്ക് ആൻസർ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മൾ ആ ടോപ്പിക്കിൽ നല്ലോണം പഠിച്ചു എന്നുള്ളതാണ്. അങ്ങനെയും ചെയ്യുന്നത് ഭയങ്കര എഫക്റ്റീവായിട്ടുള്ളൊരു മെത്തേഡ് കൂടാണ് മറ്റുള്ളവരെ പഠിപ്പിക്കുക എന്നുള്ളത്. ഇന്ന സമയത്ത് ഈവൻ ഞാൻ പോലും ചെയ്തിട്ടുള്ളതാണ്, വേറൊന്നുമല്ല. അതായത് ഒരു ബ്ലാക്ക് ബോർഡ് അല്ലെങ്കിൽ ഈ ഡോറിൻ്റെ ബാക്കിലൊക്കെ ചോക്ക് വെച്ചിട്ട് ഇങ്ങനെ എഴുതി പഠിക്കും. അതായത് നമ്മൾ അസ്യൂം ചെയ്യും നമ്മൾ ടീച്ചറാണ്, സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ അവരെ പഠിപ്പിക്കും. അതിലൂടെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ബ്രെയിനിൽ സ്റ്റോർ ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുമാത്രമല്ല, നമ്മൾ അങ്ങനെ പഠിപ്പിക്കുന്ന ആ ഒരു ടോപ്പിക് അന്ന് എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ആ ഒരു എന്താ പറയുക, നമ്മൾ പഠിച്ച ആ ഒരു രീതി പോലും നമ്മുടെ ആ ഒരു മെമ്മറിയിൽ വരും, നമുക്ക് ആ ഒരു പിക്ചർ ഇങ്ങനെ വരും. അതുപോലെ അതിൽ ഭയങ്കര എളുപ്പമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്കൊക്കെ ഭയങ്കര എളുപ്പമായിട്ട് ഫീൽ ചെയ്ത ഒരു കാര്യവും കൂടാണ്. അങ്ങനെ പഠിപ്പിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെ പഠിച്ചു കഴിഞ്ഞാലായിട്ട് മറക്കില്ല ആ ഒരു ടോപ്പിക്ക്.
പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറക്കം, രാത്രിയിലത്തെ ഉറക്കം ഉളച്ചിരുന്നിട്ട് പഠിച്ചിട്ട് ഒരു കാര്യവും ഇല്ല. അതായത് മാക്സിമം ഒരു 11:30-12 മണി, അതിനപ്പുറത്തേക്ക് ഉറക്കം കളഞ്ഞിരുന്ന് പഠിക്കേണ്ട ആവശ്യമില്ല. പേഴ്സൺ ടു പേഴ്സൺ ഡിപ്പെൻസ് ആണ്. അതായത് ചിലവർക്ക് രാവിലെ ഇരുന്ന് പഠിച്ചാലായിരിക്കും കുറേ കൂടെ നല്ലത്, ചിലവർക്ക് രാത്രി ഇരുന്ന് പഠിച്ചായിരിക്കും ശീലം. എനിക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രാവിലെ എഴുന്നേറ്റ് പഠിക്കുന്നത്. അതായത് ഇപ്പോൾ രാത്രി കുറേ സമയം ഞാൻ ഇരിക്കില്ലായിരുന്നു, പകരം രാവിലെയാണ് എനിക്ക് കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് തോന്നിയത്. അത് നിങ്ങൾ വേണം ചൂസ് ചെയ്യാനായിട്ട്. അതായത് ഒരു ദിവസം രാത്രി നിങ്ങൾ ഇരുന്ന് നോക്കുക നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടോ എന്ന്, അതുപോലെ തന്നെ രാവിലെ നേരത്തെ എഴുന്നേറ്റ് നോക്കുക. അങ്ങനെ നിങ്ങൾ തന്നെ അത് ചൂസ് ചെയ്യുക. ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് രാവിലെ എഴുന്നേറ്റ് പഠിക്കുക എന്നുള്ളതാണ്. അതായത് രാത്രി ഒരു 11-11:30 ആകുമ്പോഴത്തേക്കും കിടന്നിട്ട് രാവിലെ എഴുന്നേറ്റ് നമ്മൾ ഏത് ടോപ്പിക്കാണോ തലേ ദിവസം പഠിച്ചത് ആ ടോപ്പിക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുക, ശേഷം പുതിയ ടോപ്പിക്കിലേക്ക് പോവുക. അങ്ങനെ ചെയ്യുന്നത് ഭയങ്കര എഫക്റ്റീവാണ്. അതുമാത്രമല്ല പഠിച്ച കാര്യങ്ങൾ മറക്കാതിരിക്കാനും ഹെൽപ്പ് ചെയ്യും. പിന്നെ എന്നോട് ചോദിച്ചിട്ടുള്ള കാര്യമാണ് കോൺസെൻട്രേഷൻ. അതായത് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മുടെ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ അതിന് നമുക്ക് കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. ഇതിപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൽ നിന്നും പഠിച്ച ഒരു മെത്തേഡാണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പഠിക്കുന്ന സമയത്ത് അവരുടെ ചെവിയിൽ ഒരു ഹെഡ്സെറ്റ് ഉണ്ടാവും. അത് ജസ്റ്റ് അവരെനിക്ക് പറഞ്ഞു തന്നൊരു കാര്യമാണ്. അതായത് പഠിക്കുമ്പോൾ അവരൊരു മ്യൂസിക് അതിൽ പ്ലേ ചെയ്യും. നമുക്കതിൽ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താലായിട്ട് കിട്ടുമായിരിക്കും. എന്താ പറയുക, അതിൽ ലിറിക്സ് ഉണ്ടാവില്ല, ജസ്റ്റ് ഒരു മ്യൂസിക് മാത്രമേ ഉണ്ടാവുള്ളൂ, മെലോഡിയസ് ആയിട്ടുള്ള മ്യൂസിക്. അത് കേട്ട് കഴിഞ്ഞാൽ പഠിക്കാനായിട്ട് ഭയങ്കര നല്ലതാണ്. വേറെ രീതിയിലോട്ടുള്ള ശ്രദ്ധയൊന്നും നമുക്ക് പോവില്ല, ആ ഒരു പഠിത്തം മാത്രമായിരിക്കും എന്നുള്ളത്. അത് ഞാൻ ട്രൈ ചെയ്ത് നോക്കി, പക്ഷേ എനിക്കത് പറ്റിയിട്ടില്ല. ഞാൻ മ്യൂസിക് മാത്രമായിരുന്നു ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ എൻ്റെ വേറെ ഫ്രണ്ട്സിനൊക്കെ അത് ഭയങ്കര എഫക്റ്റീവായിട്ട് അവരത് പറഞ്ഞു. അവർ പഠിക്കുന്നതും അങ്ങനെ തന്നെയാണ്, മ്യൂസിക് കേട്ടിട്ടില്ല, പക്ഷേ ലിറിക്സ് പാടില്ല. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഇലാസ്റ്റിക്കോ അല്ലെങ്കിൽ റബ്ബർ ബാൻഡോ വല്ലതും ജസ്റ്റ് നമ്മുടെ ഈ ഒരു റിസ്റ്റിലിടുക, ഇട്ടിട്ട് പഠിക്കാനായിട്ട് ഇരിക്കുക. എന്നിട്ട് ഈ പറയുന്ന പോലെ ഏതെങ്കിലും രീതിയിലുള്ള ഡിസ്ട്രാക്ഷൻസ് വരുവാണെങ്കിൽ, അതായത് ഫോൺ എടുക്കാൻ തോന്നുന്നു അല്ലെങ്കിൽ ആവശ്യമില്ലാതെ എഴുന്നേറ്റ് പോകാൻ തോന്നുന്നു, അങ്ങനെയൊക്കെ തോന്നുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു റബ്ബർ ബാൻഡ് പിടിച്ച് വലിച്ച് നമ്മളെ തന്നെ വേദനിപ്പിക്കണം. അപ്പോൾ നമ്മൾ ആ ഒരു വേദന അനുഭവിക്കുമ്പോൾ നമുക്ക് തോന്നും, അയ്യോ അതും പാടില്ല, അത് ഞാൻ അത് ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ തോന്നി ആ ഒരു ശ്രദ്ധ നമ്മൾ വിട്ടിട്ട് നമ്മൾ അവിടെ തന്നെ ഇരുന്ന് പഠിക്കും. ശരിക്കും അങ്ങനെ പഠിക്കണം. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം ടേബിൾ. നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ ആ ഒരു ടു ഡു ലിസ്റ്റ് നമ്മൾ ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അത് ആ ഒരു ടൈം ആകുമ്പോൾ തന്നെ നമ്മുടെ ബ്രെയിൻ തന്നെ നമ്മളെ ഓർമ്മിപ്പിക്കും ഇതെനിക്ക് പഠിക്കാനുള്ള ടൈമാണ് എന്ന്. അപ്പോൾ ആ ഒരു ഷെഡ്യൂൾ വെച്ച് പഠിക്കുന്നത് ഒത്തിരി ഹെൽപ്പ് ചെയ്യും നിങ്ങൾക്ക് പഠിക്കാനായിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കൂടുതൽ പേരും എന്താ പറയുക, ചിലവർക്ക് നടന്ന് പഠിച്ചാലേ തലയിൽ കയറുള്ളൂ, അല്ലെങ്കിൽ ചിലർക്ക് ഇരുന്ന് പഠിക്കണം, ചിലർ കിടന്ന് പഠിക്കും, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് ഏതാണോ സ്യൂട്ടാവുന്നത് എന്നുള്ളത് നമ്മൾ തന്നെയാണത് ചൂസ് ചെയ്യേണ്ടത്. ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ കുറച്ച് നേരം ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്കതൊരു ബോറായിട്ട് തോന്നുമ്പം ഞാൻ എഴുന്നേറ്റിട്ട് ഞാൻ നടന്ന് പഠിക്കാൻ തുടങ്ങും. അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം എന്താ പറയുക, ഇരുന്ന് പഠിക്കുമ്പോൾ ഉറക്കം വരുന്നത് അതൊക്കെ ഒരു പരിധി വരെ നമുക്ക് തടയാനായിട്ട് പറ്റും. പിന്നെ എന്താ പറയുക, ധാരാളം വെള്ളം കുടിക്കുക. നമ്മൾ ഈവൻ പഠിക്കുന്ന സമയത്താണെങ്കിലും നമ്മളെപ്പോഴും നമ്മളെ ഹൈഡ്രേറ്റഡ് ആക്കി വെക്കണം. പിന്നെ അതുപോലെ തന്നെ നല്ല ഹെൽത്തി ഫുഡ്സ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ എക്സാമിൻ്റെ സമയത്തൊക്കെ ജങ്ക് മാക്സിമം അവോയ്ഡ് ചെയ്യുക. പഠിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മളിലുള്ള ആ ഒരു പ്രെയർ മുടങ്ങാതെ ചെയ്യുക. എല്ലാവരും നന്നായി പ്രാർത്ഥിക്കുക. എന്നാൽ മാത്രമേ കുറേയൊക്കെ നമുക്ക് പഠിച്ചവൻ്റെ ഭാഗത്തുനിന്നും കൂടെ ആ ഒരു ഇത് കിട്ടണം. അപ്പോൾ പഠിത്തത്തിനോടൊപ്പം തന്നെ പ്രെയറും നിങ്ങൾ നല്ല രീതിയിൽ മുറുകെ പിടിക്കുക. എന്നാൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന ആ ഒരു സക്സസ് നമുക്ക് കിട്ടുകയുള്ളൂ. പിന്നെ എല്ലാവർക്കും അറിയാം, ഇനിയിപ്പോൾ ആകപ്പാട് കുറച്ച് ദിവസമേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. ഇനിയുള്ള ഈ ദിവസങ്ങളാണ് നിങ്ങളുടെ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യുന്നത്. ഇനിയും പഠിച്ചു തുടങ്ങാത്തവരാണെങ്കിൽ പോലും നിങ്ങൾ ഇപ്പോൾ മുതൽ പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല അടിപൊളിയായിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പം ഇനി ഇത്രയും ദിവസമേ ഉള്ളൂ എന്ന് വിചാരിച്ച് ആരും ടെൻഷനായിട്ടിരിക്കേണ്ട. ഇപ്പോൾ മുതൽ പഠിക്കാൻ തുടങ്ങിയാലും തീരാവുന്ന ടോപ്പിക്സേ ഉള്ളൂ. അപ്പോൾ സമയം കളയാതെ നല്ല രീതിയിൽ അടിപൊളിയായി എല്ലാവരും പഠിക്കുക.
എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഞാൻ ഫോളോ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, പിന്നെ കുറച്ച് കാര്യങ്ങൾ എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്തത്. അപ്പോൾ ഇതൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരുടെയും എക്സാം നല്ല അടിപൊളിയായിട്ട് പോട്ടെ. എന്താ പറയുക, എൻ്റെ പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെ ഉണ്ടാവും. നല്ലോണം പഠിച്ച് എക്സാമൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല വൃത്തിയിൽ എഴുതാൻ പറ്റട്ടെ. പിന്നെന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പഠിത്തത്തിനോടൊപ്പം തന്നെ ഉറക്കം ആരും മിസ് ചെയ്യരുത്. നന്നായി ഉറങ്ങിയിട്ടൊക്കെ തന്നെ എക്സാമിന് പോകാവുള്ളൂ. പിന്നെ ഒരു രീതിയിലും ഒരു 1% പോലും ടെൻഷൻ ആവണ്ട. എന്ന് പറഞ്ഞാലും എനിക്കറിയാം ടെൻഷൻ ഉണ്ടാവും, പക്ഷെ എന്നാൽ പോലും ടെൻഷൻ ഇല്ലാതെ ടെൻഷൻ ഫ്രീ ആയിട്ട് പോയി എക്സാം എഴുതുക. അപ്പോൾ എല്ലാവർക്കും, എസ്പെഷ്യലി ടു മൈ ലവ്ലി ലിറ്റിൽ പ്രിൻസസ്, വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. ആൻഡ് ദോസ് ഹു ആർ പ്രിപ്പയറിംഗ് ഫോർ ദ എക്സാം, എല്ലാവർക്കും എൻ്റെ പ്രാർത്ഥനയും വിഷസും. അപ്പോൾ എല്ലാവരും നല്ല എക്സാം അടിപൊളിയായിട്ട് എഴുതുക. അപ്പോൾ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, ടേക്ക് കെയർ, സ്റ്റേ ഹാപ്പി, ബൈ.